ഭയങ്കര സന്തോഷമല്ലേ. ലാലേട്ടൻ്റെ ബർത്ത്ഡേക്ക് വന്ന ദൃശ്യം 3, ആന്നി പെരുമ്പാവൂരിൻ്റെ ഫ്രാഞ്ചൈസി പടം എല്ലാം കൊണ്ടും ഭയങ്കര ഹിറ്റാണ്. 4 days നോക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഷോയും ഫുള്ളാക്കാൻ 14-20 ഷോ ഫുള്ളാക്കും. അതുപോലെ ഇപ്പോൾ നല്ല രീതിയിൽ പോവാം. നല്ല ഫാമിലി ഓഡിയൻസാണ്. ലാലേട്ടന്റെ ചെങ്കോട്ട എന്നാണ് ഇപ്പോൾ തിയേറ്റർ അറിയപ്പെടുന്നത്. അപ്പോൾ ഫാൻസാർ അത്ര വിളകി പറയുന്നത്. ഇപ്പോൾ ഇന്നലെ ഞായറാഴ്ച ദിവസം ഇവിടെ വണ്ടി വെക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. ഞായറാഴ്ച ഇപ്പം അത് എല്ലാ ഷോയും ഫുള്ളായി കഴിഞ്ഞാൽ അവന് എന്ത് ചെയ്യാൻ പറ്റും? ഇത് 5 ഷോ അല്ലേ ഉടനെ. അതുപോലെ ലാലേട്ടൻ്റെ ചെങ്കോട്ട എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ആന്നി പെരുമ്പാവൂർ പിടിക്കുന്നതുകൊണ്ട് മോഹൻലാലിൻ്റെ സിനിമകൾ മുഴുവൻ എനിക്ക് കിട്ടുന്നുണ്ട്, നമ്മുടെ തിയേറ്ററിൽ കളിക്കുന്നുണ്ട്. അത് ആശീർവാദിൻ്റെ സിനിമ ആയതുകൊണ്ട് ലാലേട്ടൻ്റെ പടങ്ങൾക്ക് നല്ലൊരു കളക്ഷനാണ് തിയേറ്ററുകളിൽ. അതായത് പണ്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ പണ്ടത്തെ ആരാധകർ പോലും ഈ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാം. അപ്പോൾ ആ ഒരു വൈബാണ് എല്ലാവരും നോക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇവിടെ വരുന്ന ബർത്ത്ഡേക്ക് ദിവസം ഇവിടെ വരികയും ചെയ്തു. അപ്പോൾ ആ മൊമെന്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെ ഭയങ്കര ക്രൗഡായിരുന്നു. ഭയങ്കര ക്രൗഡായിരുന്നു, ഭയങ്കര ജനങ്ങളായിരുന്നു. ലാലേട്ടൻ വന്ന് നല്ല കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും ഹായ് ഒക്കെ പറഞ്ഞ് പടം കണ്ടിട്ട് പോയി. ആന്നി ഉണ്ടായിരുന്നു, പിന്നെ കുറേ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു, ആശീർവാദിൻ്റെ എല്ലാ മെമ്പേഴ്സും ഉണ്ടാകും പടം കാണാൻ. കളക്ഷൻ ഭയങ്കര റെക്കോർഡ് കളക്ഷനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കണ്ടില്ലേ, പറഞ്ഞിട്ടില്ലോ 4 days. അതെ അതെ അതെ. ഇതിപ്പോ അതെ അതെ. മറ്റേ ഇതിനു മുമ്പുള്ള മറ്റേ നമ്മുടെ എമ്പുരാന് ശേഷം ഇത്ര ഓഡിയൻസ് വരുന്ന പടം. അത് ഓൾമോസ്റ്റ് എത്ര ഷോയെ ഉടനെ എല്ലാ സ്ഥലത്തും എല്ലാ 500 തിയേറ്റർ ഉണ്ട് കേരളത്തിൽ. അതുപോലെ തിയേറ്റർ ഓണേഴ്സ് ഭയങ്കര പ്രതിസന്ധിയിലോട്ട് പോകുമ്പോഴൊക്കെ ഇതുപോലുള്ള സിനിമകൾ വരാനാണ്. അതെ അതെ. ഇതുപോലത്തെ സിനിമകൾ 3 സിനിമ വന്നാലാണ് തിയേറ്ററുകൾ നടത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. തിയേറ്റർ ഉടമകൾക്ക് എല്ലാ ടാക്സുകളും ഇനിയിപ്പോൾ പുതിയ ഗവൺമെൻറ് വന്നാൽ ഞങ്ങൾക്ക് ടാക്സ് കുറച്ച് തരുമെന്നുള്ളൊരു വിചാരമുണ്ട്. അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അത് ഭയങ്കര ടാക്സ് അല്ലേ, ടിക്കറ്റ് റേറ്റിൻ്റെ GST മേൽ ടാക്സ് അല്ലേ. കൊറോണയ്ക്ക് ശേഷം തിയേറ്റർ അടയ്ക്കണ പ്രതിസന്ധിയിലൊക്കെ വന്നപ്പോൾ ലാലേട്ടനൊന്ന് നേരൊക്കെ ഇറങ്ങി ഭയങ്കര ഹിറ്റായിരുന്നു. അതെ അതെ അതെ. നേരെ ഇറങ്ങി, പിന്നെ അത് ഇറങ്ങിയല്ലോ. ഇതിന്റെ രണ്ടാം ഭാഗം ഞങ്ങൾക്ക് തിയേറ്ററിൽ കിട്ടിയില്ല. ഭയങ്കര കളക്ഷൻ പോയി ഞങ്ങളുടെ തിയേറ്ററുകാരുടെ. അത് അവർക്കും ആ സമയത്ത് ഒത്തിരി പൈസ മുടക്കി വെച്ചേക്കുമല്ലേ. അപ്പോൾ അവരത് ഇറക്കി OTT റിലീസ് ചെയ്തെന്നുള്ളൂ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ നല്ല രീതിയിൽ പോകും. ഇനി മഴയും മാറി നിന്ന് കഴിഞ്ഞാൽ നല്ല 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 കളക്ഷനായിരിക്കും. നല്ല ലേഡീസ് ഇനിയും കണ്ടമാനം ആൾക്കാർ പണ്ട് 20 കൊല്ലം മുമ്പ് കണ്ടവരൊക്കെ ഇപ്പൊ വന്നെന്നാ പറഞ്ഞു. റിപ്പീറ്റ് ഓഡിയൻസ് വരും. അവസാനത്തെ 20 minutes ഒക്കെ ഭയങ്കര ട്വിസ്റ്റും പരിപാടിയല്ലേ. അതെല്ലാം ആൾക്കാരുടെ ഇനി ദൃശ്യം 4 വേണ്ടി വെയിറ്റ് ചെയ്യാ. ആന്നിയോട് പറയണം പടം പിടിച്ച് ഞാൻ ഉടനെ തന്നെ 3 കൊല്ലത്തിനുള്ളിൽ കൊണ്ടുവരികയും, അല്ലെങ്കിൽ 2 കൊല്ലത്തിനുള്ളിൽ. ശനിയും ഞായറൊക്കെ നോക്കുവാണെങ്കിൽ ഫാമിലി ഓഡിയൻസ് കുറെ തിയേറ്റർ ഉണ്ടായിരുന്നു. അപ്പൊ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് ഇത്ര ആൾക്കാരുടെ കൂടെ ഇരുന്ന് കാണുമ്പോഴാണ് ആ ഒരു എഫക്ട് കിട്ടുന്നത്. അപ്പൊ അതിപ്പോ ഈ കൊച്ചി നോക്കുവാണെങ്കിലും കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു സീറ്റിംഗ് ഉള്ള ഒരു തിയേറ്ററാണ്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എല്ലാം കൊടുക്കുമ്പോൾ അതൊക്കെ എങ്ങനെയാ നോക്കി കാണുന്നത്? അത് അവർക്ക് അത്ര പേരുടെ കൂടെ ഇരിക്കുമ്പോൾ പല ആൾക്കാരുടെ കയ്യടിയും ഭയങ്കര ബഹളവും ഇതൊക്കെ അല്ലേ. അതൊക്കെ കാണാനല്ലേ ആൾക്കാർ കൂടുതൽ തന്നെ. 100 സീറ്റ് 150 സീറ്റുള്ള തിയേറ്ററൊക്കെയാണെങ്കിൽ വീട്ടിൽ നിന്ന് OTT കണ്ടാതെന്ന് പറഞ്ഞാൽ